ഹലോ ഡിയേഴ്സ്, തംബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ലേ ഞാനിതെങ്ങനെ പി എമ്മിനിപ്പം ഫോട്ടോ ഒക്കെ എടുത്തു എന്ന്. അതൊക്കെ പറയാം കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് പ്രധാനമന്ത്രി സംഗ്രഹാലയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മ്യൂസിയത്തിലാണ് കേട്ടോ. ഇത് ആക്ച്വലി നമ്മുടെ ഇൻഡിപെൻഡൻസ് തൊട്ട് ഇതുവരെ നിലവിലുള്ള എല്ലാ പ്രൈം മിനിസ്റ്റേഴ്സിനും വേണ്ടിയിട്ടുള്ള ഒരു ട്രിബ്യൂട്ട് പോലെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിയമാണ്. മുൻപ് ഈ മ്യൂസിയത്തിൻ്റെ പേര് നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി എന്നായിരുന്നു. വേറൊരു പേരും കൂടെ ഉണ്ട്, തീൻമൂർത്തി ഭവൻ. തീൻമൂർത്തി ഭവൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഓർമ്മയിൽ വരുന്നുണ്ടോ? നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റു താമസിച്ചിരുന്ന വീടിൻ്റെ പേര് തീൻമൂർത്തി ഭവനാണെന്ന് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ റെസിഡൻസ് ആയിരുന്നു കേട്ടോ, തീൻമൂർത്തി ഭവൻ. അപ്പം അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം, അതായത് 1964 നമ്മുടെ ഗവൺമെൻറ് ഡിസൈഡ് ചെയ്തതാണ് ഈ തീൻമൂർത്തി ഭവൻ കൺവേർട്ട് ചെയ്തിട്ട് മ്യൂസിയം ആൻഡ് ലൈബ്രറി പോലെ ആക്കാന്നുള്ളത് കേട്ടോ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ പറ്റി പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ വെരി ഹെൽപ്ഫുള്ളാണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു റൂമില്ലേ, അതായിരുന്നു അദ്ദേഹം മരിക്കുന്ന വരെ യൂസ് ചെയ്തിരുന്ന റൂം. ഈ റൂമിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റഡി റൂം. അവിടെ തന്നെ കുറേ ബുക്സൊക്കെ നിങ്ങൾക്ക് കാണാം ഷെൽഫിൽ. ഇതിലെല്ലാം അദ്ദേഹം ബുക്ക് മാർക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അതായത് വായിച്ചിട്ട് പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ബുക്ക് മാർക്ക് വെച്ചിട്ടുണ്ട്. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി കേട്ടോ. ആക്ച്വലി നെഹ്റു മ്യൂസിയം പ്രധാനമന്ത്രി സംഗ്രഹാലയം ആക്കിയപ്പോൾ കുറച്ചും കൂടി ഒരു ശക്തി വന്നു എന്ന് തോന്നുന്നു കേട്ടോ. കാരണം കുറച്ചുകൂടെ ഡിജിറ്റൽ ഡിസ്പ്ലേസും ടെക്നോളജിക്കലി അഡ്വാൻസ്മെൻറ്റും ഒക്കെ വന്നതുകൊണ്ട് തന്നെ ഈ നെഹ്റു മ്യൂസിയം കുറച്ചും കൂടി ഒരു അടിപൊളിയാക്കിയിട്ടുണ്ട്. എല്ലാം കൂടി ടെക്നോളജിക്കലി അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കൊക്കെ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണേ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ റൈറ്റിങ്സ്, പ്രൈവറ്റ് പേപ്പേഴ്സ് ഓഫ് സ്വാമി സഹജാനന്ദ് സരസ്വതി, സി രാജഗോപാലാചാരി, BC റോയ്, അങ്ങനെ ഒരുപാട് പേരുടെ റൈറ്റിങ്സ് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ 2010 ഇവിടെ ഡിജിറ്റലൈസേഷൻ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഡിജിറ്റലി അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം ഇങ്ങനെ കാണുമ്പോൾ അവർക്ക് ബോറടിക്കില്ല, കുറച്ചുകൂടെ അറിവ് നേടാനും പറ്റും. ഈ മ്യൂസിയം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് മിനിസ്ട്രി ഓഫ് കൾച്ചറിൻ്റെ കീഴിലാണ് കേട്ടോ. അപ്പം നമുക്ക് ഇവിടേക്ക് എൻട്രൻസിന് ടിക്കറ്റൊക്കെ ഉണ്ട്. ഒരുപാട് പേരുടെ പ്രൈവറ്റ് പേപ്പേഴ്സൊക്കെ ഇവിടെ ശരിക്കുള്ള അവരുടെ കൈപ്പടയിലുള്ള പേപ്പേഴ്സും അവർ പബ്ലിഷ് ചെയ്ത ബുക്കൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതായത് നമ്മുടെ ജയപ്രകാശ് നാരായൺ, ചരൺ സിംഗ്, സരോജിനി നായിഡു, പിന്നെ രാജ്കുമാരി അമൃത് കൗർ, ഇവരുടെയൊക്കെ പ്രൈവറ്റ് പേപ്പേഴ്സ് ഇവിടെ കാണാൻ കഴിയും കേട്ടോ. പിന്നെ അന്ന് PM ആയിരുന്ന നെഹ്റുജിക്ക് വേറെ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് ഗിഫ്റ്റ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഈ മ്യൂസിയത്തിന് 2 ബിൽഡിങ്സ് ആണ് കേട്ടോ ഉള്ളത്. ഓരോ ബിൽഡിങ്ങിനും ഒരു റിസപ്ഷൻ ഉണ്ട് എൻട്രൻസിൻ്റെ അവിടെ തന്നെ. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കൺസ്ട്രക്ഷൻ്റെ രീതി എന്ന് പറയുന്നത്. നമ്മുടെ ഈ തീൻമൂർത്തി ഭവൻ്റെ തന്നെ ബാക്കിലായിട്ട് പുതിയതായിട്ട് നമ്മുടെ PM മോദി ഇനോഗ്രേറ്റ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്ത പുതിയൊരു ബിൽഡിങ്ങും കൂടെ ഉണ്ട്. അവിടെ കുറച്ചുകൂടെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. ഇനി അപ്പോൾ സത്യം പുറത്തേക്ക് പറയാം കേട്ടോ. ഞാൻ എങ്ങനെയാണ് മോദിജിയുടെ കൂടെ ഫോട്ടോ എടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടേ. അത് വേറൊന്നുമല്ല, അവിടെ തന്നെ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജി വെച്ചിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏത് പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും, ഇപ്പോൾ അത് മോദി ആണെന്നില്ല, ഏത് പ്രൈം മിനിസ്റ്റർ ആണോ ആ പ്രൈം മിനിസ്റ്റർ കൂടെ ഒരു ഫോട്ടോ നമുക്ക് എടുക്കാം. അദ്ദേഹം ആക്ച്വലി അടുത്തിരിക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യും, പക്ഷേ അടുത്ത് ആരും ഉണ്ടാവുമൊന്നുമില്ല. മറ്റേ ഓപ്പോസിറ്റ് ചെയറിൽ ഇരിക്കുന്ന ആരും ഉണ്ടാവില്ല. നമ്മളെ കൊണ്ട് മറ്റേ ചെയറിൽ ഇരുത്തിച്ചിട്ട് ഫോട്ടോ എടുക്കും. എന്നിട്ട് അവരെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് മെയിലിലേക്ക് സെൻഡ് ചെയ്യാണ് കേട്ടോ ചെയ്യുക. ഞാൻ ചൂസ് ചെയ്തത് മോദിജിനെയായിരുന്നു. കാരണം ഇപ്പോൾ പ്രസൻ്റായിട്ട് നമ്മുടെ PM മോദിയാണല്ലോ. അപ്പം ഞാനത് ഫോട്ടോ ഒക്കെ സ്റ്റാറ്റസ് ആക്കി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഞെട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പണ്ടത്തെ ആൾക്കാരുടെ ഫോട്ടോസ് ഇട്ട് കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കില്ലല്ലോ, അതുകൊണ്ട് കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെ ഇങ്ങനെ ഇരുന്നിട്ടാട്ടോ ഞാൻ പിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓപ്പോസിറ്റ് ആരുമില്ല, പക്ഷേ അത് അവർ എഡിറ്റ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ തരുന്നതാണ് കേട്ടോ. അവിടെ ഹാൻഡ് റൈറ്റിംഗ് റോബോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏത് പ്രൈം മിനിസ്റ്ററാണോ ആ പ്രൈം മിനിസ്റ്ററെ സിഗ്നേച്ചറൊക്കെ നമുക്കൊരു പേപ്പറിൽ കിട്ടും. ഒരു എന്താ പറയുക, ഒരു ഇൻസ്പയറിങ് കോട്ടൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. പിന്നെ വേറൊരു ഇതാണ് ശതാബ്ദി സങ്കല്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. അതായത് നമുക്ക് 2047 ആകുമ്പോഴത്തേക്ക് ഇന്ത്യയെ പറ്റി നമുക്ക് എന്ത് ഡ്രീമാണോ ഉള്ളത് ആ ഡ്രീം നമുക്ക് അവിടെ ഡിജിറ്റലി ഇങ്ങനെ എഴുതിയിടാം കേട്ടോ. അങ്ങനെ ഒരു മെസ്സേജ് പോലെ എഴുതിയിടാം. അതായിരുന്നു വേറെ ഒരു അവിടുത്തെ ഒരു ടെക്നോളജിക്കൽ കാര്യം എന്ന് പറയുന്നത്. ഇവിടെ ചന്ദ്രയാൻ, മംഗൾയാൻ ഇതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസും അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം പഠിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്.
അപ്പം ഇവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് നല്ല രസം തോന്നി, അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതേപോലെ ചാൻസ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്യണം. നല്ലൊരു സ്ഥലമാണ്, ഒരുപാട് കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആവും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.